ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 122 സീറ്റിലേക്ക് 20 ജില്ലകളിലെ 122 സീറ്റിലേക്ക് വോട്ടെടുപ്പ് നാളെയാണ്. 4 മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖർ ജനവിധി തേടും. 14-നാണ് വോട്ടെണ്ണൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം 122 സീറ്റുകളിൽ മുന്നണികൾ ഈ രണ്ടാം ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസമാണ്? രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മണ്ഡലങ്ങൾ, മേഖലകൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? സ്വപ്ന, അമർപൂർ ഉൾപ്പെടെ 122 മണ്ഡലങ്ങളിലേക്കാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാന നേതാക്കൾ, മന്ത്രിമാരൊക്കെ തന്നെ ഈ രണ്ടാം ഘട്ടത്തിലും ജനവിധി തേടുന്നത്. 4 മന്ത്രിമാരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരായിട്ടുള്ളത്. അതിൽ തന്നെ സുമിത് കുമാറുണ്ട്. അതോടൊപ്പം തന്നെ രേണുദേവി അടങ്ങുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അമർപൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. ഇതിൽ എത്രത്തോളം ഇവർക്ക് ഇതിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെയാണ് നേതാക്കൾ, BJP നേതാക്കളും അത് JDU നേതാക്കളാണെങ്കിലും വ്യക്തമാക്കുന്നത്. നിലവിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർന്നത് സർക്കാരിന്റെ പ്രവർത്തന മികവിന്റെ ഫലമാണ്. ഒപ്പം തന്നെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയതിന്റെ കൂടി ഭാഗമായാണ് വോട്ടിംഗ് ശതമാനം ഉയർന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല എന്ന് തന്നെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. BJP നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയും തങ്ങൾക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. കാരണം സർക്കാർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് ജനങ്ങൾക്കൊപ്പമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് അവർക്കൊപ്പമാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരാശങ്കയുമില്ല. ഈ വോട്ടിംഗ് ശതമാനം ഇത്തരത്തിൽ ഉയർന്നു വന്നതൊക്കെ തന്നെ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ്. സാധാരണ ജനങ്ങൾ സർക്കാരിനെ ഏറ്റെടുത്തിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബീഹാറിനെതിരെ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. നിതീഷ് കുമാർ തന്നെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് തന്നെയാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്നും യുവാക്കൾ കൃത്യമായി തന്നെ തങ്ങൾക്ക് ജോലിയില്ലാത്തതിന്റെ എല്ലാം തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം ഒന്നാം ഘട്ടത്തിൽ ഉയർന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ മഹാസഖ്യമെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും അത്തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു. ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം എത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടമാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന സമയത്ത് പോലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു. SIR-മായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന് ഇപ്പോഴും അവിശ്വാസമുണ്ട്. അതായത് ഇത്തരത്തിൽ കുടിയേറ്റക്കാരെന്ന് വ്യാജേന എത്തുന്ന മറ്റാളുകളെ അംഗീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗമായാണ് SIR-നെ എതിർക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ജനങ്ങളുടെ വോട്ട് കൊള്ളയടിക്കാനുള്ള നീക്കമാണ് SIR-ലുടെയും നിലവിൽ BJP നടത്തുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മറു ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ആരോപണങ്ങൾ എത്ര കണ്ട് ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിയാൻ തീർച്ചയായും അത് തന്നെയാണ് പ്രശാന്ത് അറിയേണ്ടത്. മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ബീഹാറിന്റെ വികസനം, ഇതൊക്കെ എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനിരിക്കുന്നത്.